2025 ബജാജിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് RS200 അപ്ഡേറ്റ് ആണ്. RSൻ്റെ പുതിയ മോഡൽ വരുന്ന കാര്യം ഓൾറെഡി എല്ലാവരും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. RSൻ്റെ പുതിയ ലീക്ക്ഡ് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഡീലർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് ആയിട്ടുണ്ട് ഫോട്ടോസൊക്കെ. അൺഒഫീഷ്യലി വണ്ടീൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി നാളെ തന്നെ ചിലപ്പോൾ ലോഞ്ച് ഉണ്ടാവും, ജനുവരി 9. ഈ ഒരു ലീക്ക്ഡ് ഇമേജ് വെച്ചിട്ട് വണ്ടിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ മാറ്റം വണ്ടീൻ്റെ കളേഴ്സിലാണ്. പുതിയ 4 കളേഴ്സിൽ വണ്ടി വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ഗ്രാഫിക്സ് മിക്സ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. അതിലൊരു കളേഴ്സിൻ്റെ പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വൈറ്റും റെഡും മിക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വരുന്ന കളേഴ്സാണ്. ഇതുകൂടാണ്ട് വേറെയും കളേഴ്സ് ഉണ്ടാവും. പഴയ BS3 കണ്ടിട്ടുള്ള ആ ഒരു യെല്ലോ കളേഴ്സ്, മഞ്ഞ കളേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ മീറ്റർ കൺസോളാണ്. പഴയ അനലോഗ് മീറ്റർ കൺസോൾ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു സംഭവം തന്നെയാണ് പുതിയ RS200 മീറ്റർ. പഴയ ഓൾഡ് അനലോഗിൻ്റെ ഭംഗിയൊക്കെ എനിക്ക് കിട്ടില്ല, ഒരു ഫുള്ളി ഡിജിറ്റൽ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് TFT മീറ്റർ കൺസോൾ ആണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ LCD ആകാനും സാധ്യതയുണ്ട്. ബജാജിൻ്റെ NS400 സീൽ കണ്ടിട്ടുള്ള അതേ ഒരു മീറ്റർ കൺസോൾ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ TFT ആണെന്ന് ഉറപ്പിക്കാം. ആ ഒരു മീറ്റർ കൺസോളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, ക്ലോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുകൂടാണ്ട് റിയൽ മൈലേജ് ഇൻഡിക്കേറ്ററും സർവീസ് ഇൻഡിക്കേറ്ററും പിന്നെ വണ്ടിയുടെ ടെമ്പറേച്ചർ കൂളിംഗ് സിസ്റ്റം ഒക്കെ കാണിക്കുന്നതായിരിക്കും. പുതിയ മോഡലാകുമ്പോൾ എന്തായാലും മാറ്റം അനിവാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ പഴയ RSൻ്റെ ആ ഒരു മീറ്റർ കൺസോളിലെ ഭംഗി എന്തായാലും എനിക്ക് കിട്ടില്ല. പറഞ്ഞിട്ട് ആരുമില്ല, പുതിയ മോഡലാകുമ്പോൾ കമ്പനി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ പഴയത് മാറ്റി പുതിയതാക്കും. ഇനി RSൻ്റെ ഫുൾ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഡിസൈനിൽ അവർ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഫ്രണ്ട് ഡിസൈനും സൈഡിലെ ഫെയറിംഗ് ഒക്കെ സെയിം തന്നെയാണ്, ഒരു മാറ്റം വന്നിട്ടില്ല. ഫ്രണ്ടിൽ ഒരു ഡബിൾ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്. രണ്ടാമത്തെ മാറ്റം വണ്ടീൻ്റെ ബാക്ക് സെക്ഷനിലാണ്. വണ്ടീൻ്റെ ടെയിൽ സെക്ഷൻ പൂർണ്ണമായിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് പേർ മാറ്റാൻ പറഞ്ഞൊരു അപ്ഡേറ്റ് ആയിരിക്കും ഈ ഒരു ടെയിൽ സെക്ഷൻ്റെ കാര്യം. പഴയ RSൻ്റെ ടെയിൽ സെക്ഷൻ അത്ര നീറ്റായിട്ട് തോന്നുന്നില്ല. ഫ്രണ്ട് ഡിസൈൻ അടിപൊളി ആയതുകൊണ്ട് ബാക്ക് ടെയിൽ സെക്ഷൻ അത്ര ഭംഗിയുള്ളതായിട്ട് തോന്നുന്നില്ല. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബജാജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ ആ ഒരു ടെയിൽ സെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. ബജാജിൻ്റെ ആൾക്കാർ ഈ ഒരു കമൻറ്റൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം അവർ മാറ്റിയിട്ടുണ്ട്. പഴയ ടെയിൽ സെക്ഷൻ മാറ്റിയിട്ട് പുതിയൊരു ടെയിൽ സെക്ഷൻ ആക്കിയിട്ടുണ്ട്. ആ ഒരു ടെയിൽ സെക്ഷനിൽ ഇൻഡിക്കേറ്റർ ഹോൾഡിംഗ് ആണ്. ഇനി മാറ്റം വരാത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന് ഹാൻഡിൽ ബാറാണ്. ആ ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ ഉള്ളത്. പിന്നെ വണ്ടീൻ്റെ ടാങ്ക്, സീറ്റ്, ബ്രേക്കിങ്ങിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ടാവും. ഡുവൽ ചാനൽ ABS വിത്ത് സ്ലിപ്പർ ക്ലച്ചും കൂടി ഉണ്ടാവും. ഏറ്റവും നിരാശപ്പെടുത്തിയ കാര്യം വണ്ടീൻ്റെ സസ്പെൻഷനിലാണ്. എല്ലാവരും UST4 വരുന്നു വിചാരിച്ചു, പക്ഷേ UST4 വണ്ടിക്ക് വന്നിട്ടില്ല. വണ്ടിക്ക് ആ പഴയ ടെലിസ്കോപ്പ് ഫോർക്ക് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. വേറെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് പല മോട്ടോർസൈക്കിൾ എക്സ്പെർട്ടൊക്കെ പുറത്തുവിട്ട കാര്യമാണ് UST4 ഇല്ല എന്നുള്ള കാര്യം. ബജാജിൻ്റെ ഒട്ടുമിക്ക 160cc ബൈക്കിന് വരെ UST4 വരുന്നുണ്ട്. NS160, N160, NS200 UST ഉണ്ട്. ഇതിലെന്തുകൊണ്ടാണ് UST4 കൊടുക്കാത്തതെന്ന് അറിയില്ല. ഫോട്ടോസിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം UST ഉണ്ടോ ഇല്ലയോ എന്ന്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു നല്ലൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ് RSൻ്റേത്. ഒരു 199.9cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് DTS ടെക്നോളജി ആയിട്ടുള്ള ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ്. 24.5 bhp പവറും 18.7 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. എഞ്ചിനൊക്കെ പഴയ ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൻ്റെ പവർ ആൻഡ് ടോർക്കിലൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തായാലും പഴയനെക്കാട്ടി കുറച്ച് സ്മൂത്ത് ആയിരിക്കും പുതിയ എഞ്ചിൻ ആയതുകൊണ്ട്. RSൻ്റെ മെയിൻ എതിരാളി എന്ന് പറയുന്നത് ഹീറോയുടെ കരിസ്മ XMR 210 ആണ്. ആ രണ്ട് ബൈക്കാണ് 200cc ഒരു സ്പോർട്സ് ടൂറർ കാറ്റഗറിയിൽ നിൽക്കുന്ന ബൈക്ക്. പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ പ്രൈസ് കുറച്ച് കൂടുന്നതായിരിക്കും. ഒരു 5000 രൂപീസ് കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും വണ്ടി ചിലപ്പോൾ നാളെ തന്നെ ലോഞ്ച് ഉണ്ടാവും. എന്തായാലും ഈ ഒരു വീക്കിൽ തന്നെ ലോഞ്ച് കാണും. ലോഞ്ച് ചെയ്ത വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. എന്താണ് പുതിയ RS200 പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.